സികയ്ക്ക് എന്തോ ഒരു അപകടം മണത്തോണ്ട് ആദ്യം ബേക്കിനെയായിരുന്നു കോണ്ടാക്ട് ചെയ്തത്. സിയോരി നിന്റെ അടുത്ത് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാ അവനാണെങ്കിൽ ഇല്ലെന്ന് പറയും. അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെയാന്ന് പറയുമ്പോഴേ സികയ്ക്ക് മനസ്സിലായി. ഹൈ സ്പീഡിലാണ് കാറ് ഡ്രൈവ് ചെയ്തത്. വേഗം തന്നെ ചവിട്ടിയ ഡോറും തുറന്നു അവളുടെ അടുത്തേക്ക് എത്തുമായിരുന്നു. തിരിച്ചൊന്നും തന്നെ പ്രതീക്ഷിക്കാതെ അവൾക്ക് വേണ്ടി വന്നതുകൊണ്ടാണ് അവളുടെ കണ്ണ് നിറഞ്ഞത്. അവനെ ഹഗ് ചെയ്തത്. ഇനി അവൾക്ക് ജോസൻ കാലഘട്ടത്തിലേക്ക് പോകേണ്ട വന്ന അവന്റെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ചിട്ടാണ് അവൾക്ക് ഈ സങ്കടം മൊത്തം. കട്ട് ചെയ്ത ഇതാണ് ജിയോ സ്നേഹിച്ച ചെക്കൻ. ബ്രേക്കപ്പ് ആയി. പക്ഷെ 3 മാസം കൊണ്ട് തന്നെ അവന്റെ പുതിയ ഗേൾഫ്രണ്ടിനെ അവൻ പ്രഗ്നന്റ് ആക്കി. ആ ന്യൂസും കേട്ട് ഭയങ്കര സങ്കടത്തോടെ ഡ്രിങ്ക്സ് കഴിച്ച് ഉള്ള വിഷമങ്ങളെല്ലാം തീർക്കുമായിരുന്നു ജിഹോ. കറക്റ്റ് ടൈം തന്നെ അങ്ങോട്ട് ബേക്ക് വരും. അല്ല എന്തായത്, നീ ഒരു സെലിബ്രിറ്റി അല്ലേ, നിന്റെ ഈ പ്രൊഫഷനോട് കുറച്ചെങ്കിലും ആത്മാർത്ഥത വേണ്ട, എന്നാള് ഷൂട്ടുണ്ട്, വീട്ടിൽ പോവാന്ന് അഡ്വൈസ് കൊടുത്ത അവൾ അതൊന്നും കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. ആളുകളൊക്കെ അവള് തിരിച്ചറിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലായിട്ട് നാട്ടിക്കാൻ നോക്കിയ ബേക്ക് സമ്മതിക്കില്ല, അവളെ പ്രൊട്ടക്ട് ചെയ്യും. ഇവിടെ സിക്കിയാണെങ്കിൽ ഡെൻസിമിനെയും കൊണ്ട് അവന്റെ ഫ്ലാറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അത് കാണണം. ഇഷ്ടം പോലെ സ്ഥലമാണ്. എവിടെ നിന്ന് എവിടേക്ക് നോക്കിയാലും നല്ല കിട്ടിലൻ വ്യൂ, നല്ല ആംബിയൻസ്. വന്ന വഴി തന്നെ അവൾ ഈ സോഫയിൽ കിടന്ന് ഉറങ്ങി, നല്ല ടയർഡ് ആയതുപോലെ. എന്നാൽ അവർ രണ്ടുപേരും മാത്രമാണ് ഈ ഫ്ലാറ്റില്. ഇന്ന് ഉറങ്ങണമെന്ന് അറിയാൻ വേണ്ടി അവന് കുറെ ടൈം വിളിച്ചു നോക്കി. അവളാണ് ഒരു റെസ്പോണ്ട് പോലും ചെയ്യാതെ കിടന്നത്. അപ്പൊ അവന് മാറിപ്പോയി. പക്ഷെ ഒരു പുതപ്പായിട്ട് തിരിച്ചു വന്നു. അവളെ പുതപ്പിച്ച് അതുപോലെ തന്നെ കോരിയെടുത്ത് നേരെ റൂമിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് കുറെ നേരമായിട്ട് അവൾ ഉറങ്ങുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സീക്ക്. ആക്ച്വലി അവന് അവള് കൂടെ ഉള്ളപ്പോ ഒരു ഗുഡ് ഫീൽ ആണ്, ഹാപ്പിയാണ് എപ്പോഴും. ഈ ഷമ ലേഡി ആണെങ്കിൽ ഇതുവരെ സ്പിരിച്വലി ഒരു കഴിവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈയിടെയായിട്ട് എന്തൊക്കെയോ പവേഴ്സ് കിട്ടിയ പോലെ കഴിഞ്ഞ ജന്മത്തിലെ ചില വിഷ്വൽസ് അവൾക്ക് സ്ട്രൈക്ക് ആവുന്നുണ്ട്. മുൻ ജന്മത്തിലെ എന്തൊക്കെയോ കാര്യങ്ങൾ. അത് ആരുടെയാന്ന് ചോദിച്ചാൽ നമ്മുടെ ഡെൻസിമിന്റെ തന്നെ. ഹോസ്പിറ്റലിൽ ഇതേ സമയം ഒരു സംഭവം നടക്കുവാണ്. നമ്മുടെ ഗ്രാൻഡ് പേ ഉണ്ടല്ലോ, ആള് റിക്കവറായി എഴുന്നേറ്റിരിക്കുന്നു. നേഴ്സ് ഇക്കാര്യം കണ്ട് ഭയങ്കരമായിട്ട് ഷോക്കായി പോയി. ആദ്യം തന്നെ മിസ്റ്റർ ഡോയിനെയാണ് അറിയിക്കുന്നത്. അവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വല്ലാത്തൊരു പേടി പോലെ. കാരണം അവനാണല്ലോ ഇപ്പൊ ചെയർമാൻ ആയിരിക്കുന്നത്. അത് എല്ലാവരെയും ബ്ലാക്ക്മെയിൽ ചെയ്ത്. ഡെൻസിമുള്ളത് സിയോരിയുടെ ബോഡിയിലാണല്ലോ. അവളുടെ ചെറുപ്പകാലത്തോട് നടന്ന ആ ഒരു കാർ ആക്സിഡന്റ്, അവളുടെ ചൈൽഡ്ഹുഡ് ഏജിൽ നടന്ന മെമ്മറീസ് ഒരു സ്വപ്നം പോലെ മിന്നി മറയാണ്. പക്ഷെ അവൾക്കത് എന്താന്ന് മനസ്സിലാവുന്നില്ല, ഒരു കൺഫ്യൂഷൻ. അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കഴുത്തിൽ പുതുതായിട്ട് ഒരു ചെയിൻ ഇട്ടിട്ടുണ്ട്. അത് ആരുടെ പണിയാ? നമ്മുടെ സീകയുടെ പണി. അവൻ എത്ര പ്യുവർ ആയിട്ട് അവളെ സ്നേഹിക്കുന്നതെന്ന് അറിയോ? അവള് കൊടുത്ത എല്ലാ ഗിഫ്റ്റ് ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. മാല ഇഷ്ടായോ എന്ന് ചോദിച്ചാ അതിനെ പറയാതെ തന്നെയെന്ന് വിചാരിച്ച് പിണങ്ങിയിരിക്കും. അല്ലെങ്കിൽ എനിക്ക് തന്നെ തന്നേരം ഞാൻ തിരിച്ചെടുക്കാന്ന് പറഞ്ഞാ അവൾക്കത് നല്ല ഇഷ്ടമായി. പിന്നെ ഇന്ന് അവൾക്ക് വേണ്ടി അവനാണ് കുക്ക് ചെയ്യുന്നത്. നല്ല ഹെൽത്തി ആയിട്ട് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ആക്കിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. എന്നാ അതുപോലത്തെ ഐറ്റംസ് അവൾക്ക് ഇഷ്ടമല്ല, അത് അവൾക്ക് വേണ്ട. പക്ഷെ അതിന് സൊല്യൂഷൻ ഉണ്ടല്ലോ. അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റും അവൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതെടുത്തപ്പോ മുന്നിൽ വെക്കുമ്പോ അവള് ഹാപ്പി. പിന്നെ ഒരു ഗുഡ് ന്യൂസ് എന്താന്ന് വെച്ചാ അവന്റെ ലൈഫിലേക്ക് സിയോരി വന്നിട്ട് ഇത് ഏകദേശം ഒരു 100 ദിവസം ആവാറായി. അതായത് 3 മാസത്തിൽ കൂടുതൽ. സിക്ക് അത് സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ട്. വേണ്ടേ? എന്നാ ഡൻസുമിനാണെങ്കിൽ അവനുമായിട്ട് ഇനി എത്ര നാള് കൂടെ ഉണ്ടാവും അറിയാത്തതിന്റെ ഒരു സങ്കടാണ് എപ്പോഴും മനസ്സില്. അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഞാനില്ലെങ്കിലും അവന്റെ ഫേസിൽ ഈ ഒരു സന്തോഷം കണ്ടാ മതിയായിരുന്നു. ഗ്രാൻഡ് പേനെ വണ്ടിയെല്ലാം ഇടിച്ച ആളാകെ ചതഞ്ഞിരിക്കുകയായിരുന്നല്ലോ ഹോസ്പിറ്റലിൽ. അതിനിടയ്ക്ക് 2 അനിമാരും വന്ന ഒടുക്കത്തെ സ്നേഹപ്രകടനം. രണ്ടിനെ മാറ്റി നിർത്തും. മിസ്റ്റർ ഡോയിനോട് ആളിപ്പോ കലിപ്പാവും ഇറക്കി വിടുന്നാണ് ആന്റിമാര് പ്രതീക്ഷിച്ചത്. പക്ഷെ അതൊന്നും തന്നെ നടന്നില്ല. അച്ഛവന് വിശ്വസിക്കരുത്, ഇവ ചതിയനാന്ന് പറഞ്ഞു കൊടുത്ത ആൾക്കാണെങ്കിൽ മിസ്റ്റർ ഡോയിന് പഴയതുപോലെ തന്നെ നല്ല കാര്യമായി. എന്താന്ന് വെച്ചാൽ ആക്സിഡന്റിന് ശേഷം ഓർമ്മയിൽ എന്തോ ഒരു പെശക് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സീക്കെ വരുമ്പോ അവനെ നന്നായിട്ട് വഴക്ക് പറയും. പ്രൊഡക്റ്റ് ചെക്ക് ചെയ്യാതെയാണോ നീ വിപണിയിൽ ഇറക്കിയ? മണ്ടനാണോ നീ? സിഗിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ സൈലന്റ് ആയിട്ട് നിൽക്കും. അതിനെ കുറിച്ച് ആന്റിമാരും ചോദിക്കും, നീ എന്താ നിന്റെ ഗ്രാൻഡ് പേയുടെ അടുത്ത് സത്യമൊന്നും പറയാത്തതെന്ന് ചോദിച്ചാൽ ആൾക്ക് ബ്രെയിനിൽ സെല്ലിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2 ആഴ്ച മുന്നേ വരെയുള്ള കാര്യങ്ങൾ ആൾക്ക് ഓർമ്മയില്ല. ഓർമ്മയിൽ നിന്ന് പോയി. അതാണ് മിസ്റ്റർ ഡോയ്ക്ക് ഉപകാരപ്പെട്ടത്. അവനാണെങ്കിൽ ഒന്നും ചെയ്യാത്തതുപോലെ പഴയതുപോലെ ഗ്രാൻഡ് പേയുടെ അടുത്ത് നിൽക്കാൻ പറ്റി. ആളുടെ റിയൽ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇപ്പൊ ഷമാൻ ലേഡിക്ക് വന്ന് ഫ്യൂച്ചർ വിഷൻസ് എല്ലാം തന്നെ ഡൻസിമിന്റെ അടുത്ത് പറയുമ്പോ എനിക്കും സിയോരയുടെ കുട്ടിക്കാലത്തെ ചില ഓർമ്മകൾ സ്ട്രൈക്ക് ആവുന്നുണ്ട്. അതിനർത്ഥം അവൾ ഈ ശരീരത്തിലേക്ക് തിരികെ വരാനുള്ള സമയമായിന്നല്ലേ. അതാലോചിച്ചുകൊണ്ട് സങ്കടപ്പെട്ടാണ് വീട്ടിലേക്ക് വന്ന. ആ ഹൗസ് ഓണർ ആണെങ്കിൽ അപ്പോഴും ടെൻസ്ഡ് ആയിട്ട് ഓടി വരും. അവിടെ ടെറസിൽ ആരോ അവൾക്കൊരു വാണിംഗ് എഴുതിയിട്ടിരിക്കുന്നു, നിന്റെ മരണം, അങ്ങനെ ഒരു വാക്ക്. എന്താ ഇതിനർത്ഥം? ആൾക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ഉണ്ട്. പക്ഷെ ഇതാരാ ചെയ്തേന്നറിയോ? സിയോരയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ ഇത്രയും നാള് കൂടെ നിന്നവള്. അവൾക്ക് ഇവളോട് എന്താ ശത്രുത
ചെയ്തതാന്നറിയില്ല, പക്ഷെ അവളാണ് ഇതിന് പിന്നിൽ. ടേഹിക്കാണെങ്കിൽ സീക്കനെ ഭയങ്കര ഇഷ്ടമാണ്, വിട്ടുകളയാൻ ഒരു ഉദ്ദേശവും ഇല്ല. ഇപ്പൊ അമ്മ പോലും അവളുടെ തീരുമാനത്തിന് അഗൻസ്റ്റ് ആയി തുടങ്ങി. ഈ എൻഗേജ്മെന്റ് തന്നെ വേണമെന്നാണ് ചോദിക്കുക. പക്ഷെ അവൾ ഇപ്പോഴും അതിന് വില്ലിങ് അല്ല, അവന് തന്നെ വേണം. അതുകൊണ്ടാണ് ഗ്രാൻഡ് പേ ചെന്ന് കാണുന്നതും പഴയതുപോലെ തന്നെ സംസാരിക്കുന്നതും. ഡൻജിമിനാണെങ്കിൽ പബിൾസ് കാണുമ്പോഴൊക്കെ സീക്കനെ മിസ് ചെയ്യാണ്. നമ്മുടെ 100 ഡേയ്സ് എങ്ങനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോണേന്ന് ചോദിച്ചാ ബീച്ച് കാണാൻ പോയാലോ, അല്ലെങ്കിൽ സ്പ്രിംഗ് സീസൺ കാണാൻ പോണം തുടങ്ങി കുറെ ആഗ്രഹങ്ങളുണ്ട് അവൾക്ക്. അവന്റെ കൂടെ ലൈഫ് ലോങ് കിട്ടിയ അത്രയും സന്തോഷമാണ്. പക്ഷെ ഈ ഒരു ടൈം സിയോരി അവളെ ഫേസ് ടു ഫേസ് വന്ന് കാണുന്നത് പോലെ ഒരു തോന്നൽ, ഇതെന്റെ ശരീരമാണ്, നീ ഫേക്ക് ആണ്, നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ, നീ റിയൽ അല്ല, ഒന്ന് ഇറങ്ങി പോവാൻ പറയുന്നത് പോലെ ഒരു വാർണിംഗ് തരുന്നത് പോലെ തോന്നുകയാണ്. എല്ലാം അവൾക്ക് അറിയാം, പക്ഷെ അവൾക്ക് പ്രതീക്ഷ വെക്കാലോ. അവന്റെ കൂടെ ഇനി ഒരു ജീവിതം എപ്പോഴും അറിയാം, പക്ഷെ അവൾക്ക് പ്രതീക്ഷയുണ്ട് അവന്റെ കൂടെ ഒരു ജീവിതം, അത് അവൾക്ക് സ്വപ്നമെങ്കിലും കാണാലോ. ഇപ്പൊ പോലും അവൻ കോൾ ചെയ്യുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. അവൾക്കാണ് അവനിപ്പോ അവോയ്ഡ് ചെയ്യേണ്ടത്, കാരണം ഒത്തിരി അറ്റാച്ച്ഡ് ആയ അത് അവന് ഏറെ പ്രയാസമായിരിക്കും. മാത്രല്ല ഒരു കാര്യം ഷുവറാണ്, ഞാൻ പോയാലും അവൻ എത്ര വർഷമായാലും എത്ര വർഷം വേണമെങ്കിലും എനിക്ക് വേണ്ടി കാത്തിരിക്കും. ഇതുപോലെ തന്നെ ഗ്രാൻഡ് പ്രിൻസിനെ നാട് കടത്തിയ ടൈം ഉണ്ടല്ലോ, അവളും അവന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ട് വർഷങ്ങളോളം. ഇന്ന് വരും നാളെ വരും അങ്ങനെ കാത്തിരുന്ന ദിവസങ്ങൾ പോയത് അറിഞ്ഞിട്ടേ ഇല്ല. അന്ന് മിസ്സാക്കിയ സമയം അതിപ്പോ എന്റെ മുന്നിലുണ്ട്. വെറുതെ കരഞ്ഞു തീർക്കാനുള്ളതല്ല ഈ ഒരു ലൈഫ്, ഇതെന്റെ പുതിയ ജീവിതമാണ്. അവൾ അപ്പൊ തന്നെ കണ്ണീരെല്ലാം തുടച്ച് അവന് കോൾ ചെയ്യുവാണ്. നാളെ നമുക്ക് ഔട്ടിങ് പോയാലോ, എങ്ങോട്ടെങ്കിലും ഒരുമിച്ച് പോവാം, കുറെ നാളായില്ലേ. അവന് പിന്നെ അവൾ എന്തേലും പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റില്ല, എന്തിനും ഓക്കെയാണ്. ഇപ്പൊ അവൻ കൊടുത്ത ആ ചെയിൻ അത് അവള് വീണ്ടും കഴുത്തിലേക്ക് അണിയാണ്. ഇത് അവരുടെ ഡേറ്റിംഗ് പോലെ. പക്ഷെ സീഗ അവളെ കൊണ്ടുപോകുന്നത് ഒരു സ്പെഷ്യൽ പ്ലേസിലേക്കാണ്, അവന്റെ അമ്മയുടെ കല്ലറയുടെ അടുത്തേക്ക്. ചെറിയ ഏജിൽ തന്നെ അവന് നഷ്ടപ്പെട്ടതാണ് അവന്റെ അമ്മയെ. അവനോട് കാത്തിരിക്കണം, ഞാൻ ഉടനെ തന്നെ വരാം, നിന്നെ കാണാന്ന് പറഞ്ഞാണ് അമ്മ പോയത്. പക്ഷെ വന്നിട്ടില്ല. എന്ത് സംഭവിച്ചു എന്ന് പോലും അവൻ അറിയില്ല. പക്ഷെ അവൻ കാത്തിരുന്നു, ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്. ഈ കഥ ഡാൻസിങ് കേൾക്കുമ്പോ അവൾക്ക് വേണ്ടിയും അവൻ ഇനി കാത്തിരിക്കേണ്ടി വരുന്നത് ആലോചിക്കുമ്പോഴേ അവൾക്ക് ഭയങ്കര അപ്സെറ്റ് ആവും. എങ്ങനെയെങ്കിലും സത്യം പറഞ്ഞാൽ മതി എന്നൊരു തോന്നല് വരും. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വന്നത് മറ്റൊരു വേൾഡിൽ നിന്നാണെന്ന്. എനിക്ക് അങ്ങോട്ട് തിരിച്ചു പോകേണ്ട സമയമായി. നിന്നെ വിട്ട് ഏത് സമയം വേണമെങ്കിലും ഞാൻ പോവാന്ന് പറയുമ്പോ അവനാണെങ്കിൽ അത് കേൾക്കാനുള്ള മനസ്സില്ല. ഭയങ്കര സീരിയസ് ആയിട്ടാണ് അവളുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പൊ പുനർജന്മമാണെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിച്ചതൊക്കെ മണ്ടത്തരാണോ? അല്ല നീ എന്ത് വിചാരിച്ച എന്റെ ലൈഫ് വെച്ച് കളിക്കുകയാണോ? ഞാൻ നിന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? ഒരുമിച്ചൊരു ലൈഫ് ആഗ്രഹിച്ചാണ് ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നത്. അത് കിട്ടില്ല എന്നറിഞ്ഞപ്പോ അവൻ അത്രയും വിഷമത്തോടെയാണ് സംസാരിക്കുന്നത്. സങ്കടം വരുന്നുണ്ട്. കരച്ചിൽ പോലെ വന്ന് അവനായിട്ട് തന്നെ മാറിപ്പോവും. ഡൻസിം എന്തായാലും പോവേണ്ട വരും. ഉള്ള ടൈമെങ്കിലും അവന്റെ കൂടെ സന്തോഷായിരിക്കാന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഒരു ഡേറ്റിംഗ് അറേഞ്ച് ചെയ്ത് വന്നത്. നടന്നില്ല. അവരുടനെ തന്നെ മടങ്ങി പോവാണ്. അതിൽ പിന്നെ അവനാണെങ്കിൽ ഇവളോട് സംസാരിച്ചിട്ടേ ഇല്ല, വിളിച്ചിട്ടേ ഇല്ല, മെസ്സേജ് അയച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് അവനെ തന്നെ ആലോചിച്ചാണ് അവൾ ആ പെബിൾ സ്റ്റോൺ കയ്യിലെടുക്കുന്നത്. അതിന് മാത്രം വയസ്സാവില്ല, ഏത് വേൾഡിലേക്കും അത് കൂടെ ഉണ്ടാവും, കൊണ്ടുപോവാം. കെട്ടിയതിപ്പോ നെക്സ്റ്റ് ഡേ ജിഹോയുടെ മമ്മിയാണെങ്കിൽ സിയോരയുടെ പേരന്റ്സ് ഉണ്ടല്ലോ, അവർക്കുടെ കൂടെയുള്ള ഫോട്ടോ പണ്ട് മുതലേ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്നോ. അതെടുത്ത് അവൾക്ക് കൊടുക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിൽ വരാറുള്ള സിയോരയുടെ മമ്മിയാണ് അവൾക്ക് ഓർമ്മ വന്നത്. സിയോരയുടെ ബോഡി അവൾക്ക് തന്നെ വിട്ടുകൊടുക്കേണ്ട സമയമായി എന്ന് തോന്നുന്നു. ഇവിടെ ഷമാൻ ഫ്രണ്ടിൽ കളിക്കുകയാണ്. ആൾക്ക് പഴയ ജന്മങ്ങളിലെ പവേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ആക്ടിവേറ്റ് ആവുന്നുണ്ട്. ഒരു പ്രത്യേക എനർജി കൈവന്നത് പോലെ, റിച്വൽസ് എല്ലാം ചെയ്യാൻ പറ്റുന്നത് പോലെ. പക്ഷെ ആൾക്കാണെങ്കിൽ പേടിയാണ്. ഇങ്ങനെ ഒരു ഫീൽ ഇതുവരെ വന്നിട്ടേ ഇല്ല. ഇവിടെ താലി ഗ്രൂപ്പിന്റെ ചെയർമാൻ സ്ഥാനത്തിരുന്നുകൊണ്ടുള്ള മിസ്റ്റർ ഡോയുടെ ആദ്യത്തെ മീറ്റിംഗ് ആണ്. സിഗെ അറ്റൻഡ് ചെയ്യും. അവനും വലിയ റോളൊന്നും ഇല്ല. പക്ഷെ പ്രൊജക്ടിന് വേണ്ടി കളക്ട് ചെയ്ത പ്ലോട്ടിന്റെ കൂട്ടത്തിൽ സിയോരയുടെ ഗ്രാൻഡ്മയുടെ ആ ഷോപ്പ് കൂടിയുണ്ട്. അത് ഇടിച്ചു പൊളിച്ച് നിരത്താൻ ഇന്ന് ആളെ വിടുന്നുണ്ട്. സിഗയ്ക്ക് ഇതറിഞ്ഞ എങ്ങനെ ഉണ്ടാവും? ഗ്രാൻഡ്മയ്ക്കാണെങ്കിൽ അവളുടെ കാര്യം ഓർത്തിട്ടാണ് വിഷമം. കാരണം സിയോരി വന്ന പിന്നെയാണ് ആളുടെ ലൈഫ് ഒന്ന് കളറായത്, ജീവിക്കാൻ ഒരു പ്രതീക്ഷ വന്നത്. കൊച്ചുമോൾക്ക് വേണ്ടിയാണ് ജീവിതം തന്നെ മാറ്റി വെച്ചത്, കഷ്ടപ്പെട്ടത് എല്ലാം അവള് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി മാത്രം. പക്ഷെ ഡൻസിമിന് എപ്പോഴും കുറ്റബോധമുണ്ട്. അവള് സിയോരി അല്ലല്ലോ, ഗ്രാൻഡ്മയുടെ കൊച്ചുമോളുടെ ശരീരത്തിൽ ഒരു അവസരം കിട്ടിയ സോള് മാത്രാണ്. അത് അറിയാതെ ഗ്രാൻഡ്മ ഇങ്ങനെ സ്നേഹിക്കുന്നതും കൊഞ്ചിക്കുന്നതും എല്ലാം കാണുമ്പോ അവൾക്ക് കരച്ചില് വരും. ആളുടെ അടുത്ത് സത്യം പറയാനും പറ്റില്ലല്ലോ, അൽഷിമസ് ഉള്ളതല്ലേ. ആ പ്ലോട്ടിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി സിഗയാണെങ്കിൽ മിസ്റ്റർ ഡോയിനെ പ്രൈവറ്റ് ആയിട്ട് ചെന്ന് കാണും. അവനൊന്നും മാത്രമേ ചോദിക്കുന്നുള്ളൂ, നിനക്ക് ഗ്രാൻഡ്പയുടെ ട്രസ്റ്റ് വേണോ അതോ നിന്റെ പ്രണയം വേണോ? എന്ത് ചെയ്താലും നിനക്കൊരു കാര്യം നഷ്ടപ്പെടും. മിസ്റ്റർ ഡോ ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. ഓരോരോ പ്രശ്നങ്ങൾ ഇട്ടുകൊടുത്ത് സിഗനെ കഷ്ടപ്പെടുത്തണം, എന്നിട്ട് അത് കണ്ട് ആസ്വദിക്കണം. ഡിമോളിഷിംഗ് ടീം ആണെങ്കിൽ അങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞത് സിഗനോട് പറയുമ്പോ അവനാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാണ്, അത് വേണ്ട, നീ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ തരാം. ആ പ്ലോട്ട് അത് നീ പ്രൊജക്ടിന് ആവശ്യമുണ്ടായതുകൊണ്ട് വാങ്ങിച്ചതല്ലെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അത് നിനക്ക് വേണ്ടെന്ന് വെച്ചൂടെ? ഒരു ജീവന്റെ സ്വപ്നവും പ്രതീക്ഷയും ഒക്കെ
പക്കയാണ് ആ ഒരു പ്ലോട്ട്. എന്റെ പെണ്ണിന് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേന്ന് ചോദിച്ചാ അവനാണെങ്കിൽ സമ്മതിക്കില്ല. നിനക്ക് കുറച്ചു സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, പക്ഷെ നീ എന്ത് ചെയ്താലും നിന്റെ ഈ ഒരു ആഗ്രഹം മാത്രം നടക്കില്ല. ഇവിടെ മിസ്റ്റർ ഡോയുടെ കൂടെ കൂടി താലി ഗ്രൂപ്പിനെ ചതിക്കാൻ നോക്കിയില്ലേ ഡയറക്ടർ ജംഗ. ആൾക്കിപ്പോ ഒരു വിസിറ്റർ ഉണ്ട്. ആരാന്ന് ചെന്ന് നോക്കിയാ ഇയാള് പെട്ടെന്ന് തന്നെ ഞെട്ടിപ്പോയി. വേറെ ആരുമല്ല ഗ്രാൻഡ് പാ. ഇവര് തമ്മിൽ എന്താ സംസാരിച്ചെന്ന് ഇപ്പൊ കാണിക്കുന്നില്ല. കട്ട് ചെയ്ത ഷമാൻ ലേഡി ആൾക്ക് ആ സ്പിരിച്വൽ പവേഴ്സ് യൂസ് ചെയ്ത എന്തോ ഒരു കാര്യം, അതായത് സിയോറിക്ക് സന്തോഷിക്കാനുള്ള എന്തോ ഒരു കാര്യം കിട്ടിയിട്ടുണ്ട്. അത് അവളെ അറിയിക്കണം. എത്രയും പെട്ടെന്ന് ഓടി വന്നതാണ് അവളുടെ അടുത്തേക്ക്. പക്ഷെ ഡൻസിം ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ബേക്ക് വരും. ഞാൻ അവളുടെ മാനേജറാ, എന്തുണ്ടെങ്കിലും എന്റെ അടുത്ത് പറഞ്ഞോ. എന്താ കാര്യം? പക്ഷെ ആ ഷമാൻ ലേഡിക്ക് ആ കാര്യം ഇവനോട് പറയാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഇതേ സമയം ഡൻസിമിനും ചില കാര്യങ്ങൾ റിയലൈസ് ആവുന്നുണ്ട്. ആ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഉണ്ടല്ലോ, അതെല്ലാം തന്നെ അവൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട്. ഗ്രാൻഡ് പേടൊപ്പം ആ വീട്ടിൽ ജീവിച്ചത്, എല്ലാ കാര്യങ്ങളും, സ്കൂള്, നാട്, വീട്. പിന്നെ അന്ന് ടിവിയില് ചെറിയ സിയോരിയുടെ പെർഫോമൻസ് കണ്ട് അത് മനസ്സിലാക്കി അവൾ കരഞ്ഞില്ലായിരുന്നോ? അതൊക്കെ അവൾ ഒരിക്കലും അനുഭവിച്ച കാര്യങ്ങളായതുകൊണ്ടാണ് ആ ഫീലിങ്സ് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതായത് ഡൻസിം തന്നെയാണ് സിയോരി. രണ്ട് ഓർമ്മകളും ഒന്നാണ്. ചുരുക്കി പറഞ്ഞ പുനർജന്മ സത്യമാണ്. ഇനി അവൾക്ക് ഡൻസിമിലേക്ക്, അതായത് ജോസൻ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. ആ രണ്ട് സോളും ഒന്ന് തന്നെയാണ്. പുനർജന്മത്തിലെ കാര്യങ്ങളെല്ലാം സിയോരിക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ടൈം സ്റ്റോപ്പായി, സ്പീഡായി അവളിലേക്ക് ആ ചൈൽഡ്ഹുഡിലെ എല്ലാ മെമ്മറീസും എത്തിച്ചേരുന്ന നിമിഷമായിരുന്നു അത്. ഇതേ സമയം തന്നെ അവരുടെ ഹോട്ടൽ പൊളിക്കാൻ വേണ്ടി ഡീമോളിഷിംഗ് ടീം എത്തിക്കഴിഞ്ഞു. ഗ്യാങ്സ്റ്റേഴ്സ് എല്ലാം ആ വീടിന് ചുറ്റും വളഞ്ഞിരിക്കുകയാണ്. സോ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഉണ്ടാവുന്നത്.